അബിഗെയിൽ സാറാ റജിയെ തേടി റിപ്പോർട്ടറിന്റെ വാർത്താസംഘം തുടങ്ങിയ യാത്ര സന്തോഷകരമായി അവസാനിച്ചു എന്നത് കേരളത്തിന് മുഴുവൻ ഒരാശ്വാസമായിരുന്നു. 21 മണിക്കൂർ റിപ്പോർട്ടർ TV 28 മണിക്കൂറാണ് തത്സമയം ആ വാർത്താ തെരച്ചിൽ നടത്തിയത്. നമുക്കിപ്പം അബിഗെയിൽ സാറാ റജിയുണ്ട്. അബിഗെയിൽ സാറാ റജിയുടെ സഹോദരൻ ജോനാഥനുണ്ട്. അബിഗെയിൽ സാറാ റജിയുടെ അച്ഛൻ റിജിയുണ്ട്. ഒപ്പം സിജിയുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അബിഗെയിൽ സാറാ റജി, അബിഗെയിൽ ഏത് ക്ലാസ്സിലാണ് ഇപ്പം മോള് പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സ്കൂൾ ഏതാ? സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ട് തുടങ്ങാം അല്ലേ? ഇതിപ്പോ വാർത്താ സംഗീതമാണല്ലോ. അപ്പൊ അബിഗെയിൽ സാറാ റജിയുടെ ഒരു പാട്ടാണ് പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത്. പാടുവോ? അല്ല പിന്നെ ആണോ? ഗായികയാണ്. ഞങ്ങളിങ്ങനെ പാടും, അത് ഞങ്ങളുടെ പാട്ടാണ്. പാടാം. മൈക്കടുപ്പിച്ച് പിടിച്ച് പാടിക്കും. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ, എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിനിഴലിൽ, നീന്താമറിയാം പൊൻവേലിൽ, ഒന്നു തൊടട്ടെ നിൻചിറകിൽ, നിന്നു തരാമോ നിന്നരികിൽ, നിന്നരികിൽ. ഓക്കെ, ഇപ്പം നിന്നരികിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട് അല്ലേ? മിടുക്കത്തിയാണ് കേട്ടോ, മിടുക്കി. ജോനാഥൻ മോനെ പേര് ക്ലാസ്സിലാ? ഫിഫ്തിലാ. ഇന്ന് ജോനാഥന്റെ മിടുക്കാണ്. പിന്നെ ജോനാഥൻ ഹീറോ ആണ്. ജോനാഥനാണ് ഹീറോ അല്ലേ സുജയ? അതെ അതെ. നവംബർ 27-ാം തീയതിയാണ് ഈ സംഭവം. ഇത്രയും നാളായെങ്കിലും അന്നത്തെ ആ സംഭവങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ നമ്മുടെയും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഈ കുഞ്ഞ് ഇത്രയും അപ്പോൾ എനിക്ക് ദിലീപ് പറഞ്ഞില്ലേ, ദിലീപിൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിനെ സേറയെ പോലെ തോന്നി. അപ്പോൾ എനിക്ക് വീട്ടിൽ ചെറിയൊരു മോളുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിത് ഭക്ഷണം കഴിക്കാതൊക്കെ എന്തായിരിക്കും ചെയ്യുക? ഞാനിവിടെ രാത്രിയിരുന്ന് വാർത്ത വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിലും ആ ഒരു ടെൻഷനായിരുന്നു, ഇവളെ എവിടെ നിന്ന് കിട്ടും, ഇവളെ ഭക്ഷണമൊക്കെ കൊടുത്ത് കാണുമോ, അതോ ഒരു മയക്കിയിട്ടേക്കോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് നമുക്കും, അതായത് കേരളത്തിന് മൊത്തം ആ ഒരു വികാരമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. എല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നാട്ടുകാരൊക്കെ തിരയാനായിട്ടൊക്കെ ഇറങ്ങി. ആ ഒരു നവംബർ 27 പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ, അതോ അത് വിഷമമാണോ ഓർക്കുമ്പോൾ? തീർച്ചയായിട്ടും ആദ്യമായിട്ട് റിപ്പോർട്ടർ ചാനൽ 13 വർഷം പിന്നിട്ട് 14 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളുടെ കുടുംബത്തെ ക്ഷണിച്ചതിൽ ആദ്യമായുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം ചാനലിനോടുള്ള എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ചോദിച്ചതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ആളലാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. പലപ്പോഴും ഞങ്ങൾ പലയിടങ്ങളിലും ചെല്ലുമ്പോഴും ഞങ്ങളോട് ചോദിക്കുന്നത് അബിഗെയിലിൻ്റെ പപ്പയല്ലേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഹോസ്പിറ്റൽ ഫീൽഡിലാണ്, ഞങ്ങൾ രണ്ടുപേരും സ്റ്റാഫ് നഴ്സുമാരാണ്. മെഡിക്കൽ ഫീൽഡിൽ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരെ ഡെയിലി ഞങ്ങൾ കണ്ടുപോകുന്നവരാണ്. ഒരു ദിവസം കുറഞ്ഞത് 1-2 പേര് ചോദിക്കാത്ത ദിവസങ്ങളില്ല. ഇപ്പോഴും അബിഗെയിലിൻ്റെ പപ്പയല്ലേ, അല്ലെങ്കിൽ ജോനാഥൻ്റെ പപ്പയല്ലേ. തീർച്ചയായിട്ടും ചിലപ്പോഴൊക്കെ ഒരു നന്മയുടെ ഒരു ഇതായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ അത് ചില സമയങ്ങളിൽ ഒരു തിന്മ പോലെ മനസ്സിൽ വരാറുണ്ട്. എങ്കിലും ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾ കുറച്ച് രാത്രികളിലൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കാറുള്ളത്. കാര്യം അന്ന് കുറച്ച് മാധ്യമങ്ങളിൽ, യൂട്യൂബിൽ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പേപ്പർ പോലും ഞങ്ങൾ കുറച്ച് നാൾ വായിച്ചിട്ടില്ല. കാര്യം അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു മനസ്സില്ലാത്ത ഒരുപാട് കഥകൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു അലമാരിയിൽ ഞങ്ങൾ അന്നത്തെ മുതലുള്ള പത്രങ്ങൾ, പത്രക്കെട്ടുകൾ, ഫോട്ടോകളെല്ലാം ഇപ്പോഴും അടുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വായിച്ചിട്ടില്ല. വല്ലപ്പോഴും എടുത്ത് ഒന്ന് വായിക്കും. വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഷമം തീർച്ചയായും ആ ഒരു വിഷമം ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലുമുണ്ട്. കുഞ്ഞിന് മോഹന് ചില സമയത്ത് അതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ കാണാറുണ്ട്. എങ്കിലും വളരെ കുഴപ്പമില്ല, ഇപ്പം വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും സിജിയോട് ചോദിക്കാനുള്ളത്, സിജി അന്നിപ്പോൾ ഒരു കുടുംബം തന്നെ തട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേരളത്തിൽ കേൾക്കാത്തൊരു കാര്യമാണ് അല്ലേ? തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘം ഒക്കെ പ്രവർത്തിക്കുന്നതെന്നല്ല, ഇതൊരു കുടുംബമായിട്ട് തന്നെ ആ വീട് എന്ന് വെച്ചൊരു വലിയ വീട്, ആ വീടിനുള്ളിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്ന അറിയില്ല. അതൊക്കെ കൂടെ ഭയങ്കര നിഗൂഢതയായിരുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടിയെ കാണാനായി ഇല്ല എന്നുള്ള വാർത്ത നമ്മൾ അതിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതോടുകൂടി മുഴുവൻ മാധ്യമങ്ങളും അതിലേക്ക് വരുന്നു.
അന്നത്തെ ദിവസം വീടിനകത്ത് സിജി കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മൈക്കുമായിട്ട് വീടിനകത്തേക്ക് വന്ന് സിജിയുടെ അഭിപ്രായം കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് അതൊരു ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്നുള്ള ചർച്ചയും പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടതെന്ന്. പക്ഷേ നിങ്ങൾക്കൊപ്പം അതേ ആശങ്ക ഞങ്ങളും പങ്കുവെക്കുകയായിരുന്നു. അതിൽ മറ്റ് കാര്യങ്ങൾ വീട്ടിനകത്ത് കയറാമോ, അങ്ങനെ ഒരാളുടെ വീടിനകത്ത് കയറി മൈക്ക് കൊണ്ടുപോകാമോ, അത്തരം കാര്യങ്ങളിലേക്കല്ല പോയത്. ആ കുട്ടിയെ കിട്ടുക എന്നുള്ളതും നിങ്ങൾ എന്താണ് ഭയക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ നിങ്ങൾക്കൊപ്പം നിന്നതിനെ എങ്ങനെയാണ് കാണാൻ? സാധാരണ പോലീസ് ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്നത്. ഈ പോകുന്ന വണ്ടിക്ക് പിന്നാലെ ചേസ് ചെയ്യുന്നു, പിന്നെ പോലീസ് അവർ പോയ സ്ഥലങ്ങൾ അവിടേക്കൊക്കെ ശരിക്കും പറഞ്ഞ് ചേസ് ചെയ്തിട്ട് മാധ്യമങ്ങൾ തന്നെ പോവുകയാണ്. അപ്പോൾ മാധ്യമപ്രവർത്തന ധാർമ്മികതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരുപാട് നടക്കുന്നു. നിങ്ങൾക്കതിലുള്ളൊരു അഭിപ്രായം എന്താണെന്ന് അറിയണമെന്നുണ്ട്. കേരളത്തെ മുഴുവൻ തെരുവിലിറക്കി. അതെ മുഴുവൻ എല്ലാവരും കാത്തിക്ക കുട്ടി എവിടെയെന്നുള്ളത് തന്നെയാണ്. മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഒന്ന് വലുതെന്ന് തന്നെയാണ്. അവിടെ കൂടുതലും കുഞ്ഞിനെ കിട്ടാനുള്ള കാരണം മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. കാരണം അന്ന് തന്നെ നമുക്ക് ആ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ വന്നതുകൊണ്ട് കേരളം മൊത്തം അത് ഏറ്റെടുത്തു. അല്ലെങ്കിൽ കുറച്ച് ഏരിയയിൽ മാത്രം അത് ഒതുങ്ങി എന്നേനെ. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നപ്പോഴത്തേക്ക് കേരളം മൊത്തം ഏറ്റെടുത്തു. കുഞ്ഞിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു. കേരളം മൊത്തം അതിനുവേണ്ടി ഇറങ്ങി. അതുകൊണ്ട് കുഞ്ഞിനെ ഒരു പോറൽ പോലും അവർക്ക് വെളിയിലോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എല്ലായിടും അത് സപ്പോർട്ട് ചെയ്തതായിട്ട് തോന്നി. മാധ്യമങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്. അന്ന് ആ പണം ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് തട്ടിക്കൊണ്ടുപോയതാണ് കുഞ്ഞിനെ, അതുപോലെ തന്നെ പണമാണ് അവർക്ക് ആവശ്യം. അത് അവർ ഫോൺ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ കൂടെ എന്താ അവർ പറഞ്ഞെന്ന് അവിടെയുള്ള ആളുകളൊക്കെ ചോദിക്കുകയാണ്. അപ്പം കുഞ്ഞിനെ കിട്ടുമോ, തരാമെന്ന് പറഞ്ഞോ? അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും അടുത്ത ബന്ധുക്കളെക്കാൾ കൂടുതൽ ഒരുപാട് മനുഷ്യർ, അല്ലേ, നാട്ടുകാർ, എവിടെ നിന്നൊക്കെയോ മനുഷ്യർ വന്നാൽ രാത്രിയൊക്കെ തിരയുകയായിരുന്നു. പാതിരാത്രി 2 മണിക്കും 3 മണിക്കും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം പോയി. നാട്ടുകാരും എല്ലാ ജനക്കയിലും ഇപ്പോൾ നമ്മുടെ ഏരിയയിലാണെങ്കിലും അവരൊരു മാധ്യമങ്ങളിൽ കണ്ടിട്ട് അവരുടെ എല്ലാ ഏരിയകളിലും അവരെല്ലാം നോക്കി എന്നുള്ളതാണ്. ഒഴിഞ്ഞിടുന്ന വീടുകളിലും ഇപ്പോൾ കൊല്ലത്താ നടന്നെങ്കിലും അവരവരുടെ പത്തനംതിട്ട ആയാലും ട്രിവാൻഡ്രമായാലും ആ ഏരിയയിൽ എല്ലാവരും അവരവർ നോക്കി കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച് അവർ ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തു. റിജി, ഈ സംഭവത്തിന് ശേഷമേ മാധ്യമങ്ങളൊക്കെ ഇടപെട്ടു. ഒരു സംസ്ഥാനം മുഴുവൻ, ഒരു സമൂഹം മുഴുവൻ അബിയെ തെരയാൻ വേണ്ടിയിട്ട് രാത്രിയിൽ ഉണർന്നിരുന്നു. ഈ മനുഷ്യരിലൊക്കെയുള്ള വിശ്വാസം കൂടിയോ അബി അതിനുശേഷം? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയാറുണ്ട് വെള്ളപ്പൊക്കം ഫ്ലഡുണ്ടായ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ചതെന്നുള്ളത്. തീർച്ചയായിട്ടും അതിനുശേഷം കേരളക്കര ഒരുമിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാ. അതിൽ മാഡം പറഞ്ഞതുപോലെ മാധ്യമത്തിൻ്റെ മാധ്യമം എന്താണ് ചെയ്യേണ്ടത് അവർ വ്യക്തമായിട്ട് ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ചില പ്രത്യാരോപണങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നു. ഒരു ട്രോമ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ. കാര്യം കുഞ്ഞിനെ കിട്ടുന്നതിന് മുന്നേയും എന്നെ ആക്രമിച്ചു. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും പ്രതികളെ കിട്ടുന്നത് വരെ അത് എല്ലാ മാധ്യമങ്ങളും ഇല്ല. അത് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുന്നത് നമ്മുടെ ദിലീപിനോടാണ്, കൊല്ലം റിപ്പോർട്ടർ ദിലീപിനോട്. കാര്യം ദിലീപ് എന്നെ വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ ദിലീപ് എൻ്റെ കൂടെ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, റജി നിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ദിലീപ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു വാക്ക് ദിലീപ് അതിൻ്റെ എൻ്റെ ടൈം വരെയും ആ ഒരു വാക്കിൽ നിന്നു എന്നുള്ളത്. അതാണ് ഒരു വ്യക്തിക്കുണ്ടാകുന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസം ദിലീപ് കാത്തു എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത്. റജി, അതിനുശേഷം പല സോഴ്സുകളിൽ നിന്നും നമുക്ക് സമ്മർദ്ദങ്ങളുണ്ടായി. റജിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ആ രീതിയിലേക്ക്, ആംഗിളിലേക്ക് വാർത്ത തിരിക്കണം. പക്ഷേ ഞങ്ങൾ ആകെ ഒരൊറ്റ റിപ്പോർട്ടറിലേ വിശ്വസിച്ചുള്ളൂ, അത് ദിലീപിലാണ് വിശ്വസിച്ചത്. കാര്യം ദിലീപ് റജിയോട് ചോദിച്ചുറപ്പ് വരുത്തി എന്നതിൻ്റെ ഉറപ്പിലാണ് നമ്മൾ അവസാന നിമിഷം വരെയും ഇത് റജിയിലേക്ക് തിരിയേണ്ട വാർത്തയല്ല, അബിഗയിലിനെ തട്ടിക്കൊണ്ടുപോയവരിലേക്ക് തിരിയണമെന്ന് തീരുമാനിച്ചത്. അത് റജി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സമയത്ത് നിസ്സഹായനായി പോകും, അല്ലേ? തീർച്ചയായിട്ടും. നഴ്സിംഗ് അസോസിയേഷൻ, അല്ലേ, ഒരുപാട് പല ആംഗിളുകൾ തേടി പോവുകയായിരുന്നു. അതായത് ഇതിനെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അപസർപ്പക കഥകൾ എന്ന് പറയില്ലേ, അതുപോലെ പല ആംഗിളുകളിൽ പല കഥകളിലേക്ക് ഇതിനെ അങ്ങ് തിരിച്ചുവിടുക. കുഞ്ഞിനെ അപ്പോഴും കിട്ടിയിട്ടില്ല. ആ കുഞ്ഞിനെ കൊണ്ടുപോയ യഥാർത്ഥ പ്രതികളുടെ സൂചനകൾ പലയിടങ്ങളിൽ നിന്ന്, അതായത് ആ കടയിൽ വന്ന് ഫോൺ വിളിച്ചത്, ഓട്ടോറിക്ഷ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുഭാഗത്ത് ഇങ്ങനെയും ചില ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം, ഇടനിലക്കാരനായേക്കാം, അങ്ങനെ പല കഥകൾ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും എനിക്കത് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ
നമ്മളിവിടെ എടുത്തൊരു തീരുമാനം, ആൻഡ്രോ സാർ അടക്കം നമ്മളെല്ലാവരും എഡിറ്റോറിയൽ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ ട്രസ്റ്റ് ചെയ്യുക, ദിലീപ് എന്താണോ തരുന്നത് അത് കൊടുക്കുക. ആ സത്യത്തിനൊപ്പമാണ് നമ്മൾ നിന്നത്. അതാണ് നമ്മുടെ ഒരു രീതിയും, അല്ലേ സർ? തീർച്ചയായിട്ടും. ഞാൻ ഈ അബിഗേലിനെ കുറിച്ചിട്ടാണ് ജോനാഥന് എടുത്ത കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ ദിവസം ക്ലാരിറ്റിയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പിടിച്ചു നിർത്തി ജോനാഥൻ്റെ വാക്കുകളാണ് ഓരോ കാര്യങ്ങൾ. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്ര ക്ലാരിറ്റിയോട് കൂടിയിട്ട് എന്നെ വലിച്ചു, എന്നെ തള്ളിയിട്ടു, എന്നെ പുറത്താക്കി, ഡോറടച്ചു എന്നൊക്കെ കറക്റ്റ്. അതുപോലെ വൈറ്റ് സ്വിഫ്റ്റ് കാറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളെ ഒരു പ്രായപൂർത്തിയായ ഒരാൾ കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജോനാഥൻ അന്ന് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് റെജിയുടെ കാര്യത്തിന്. റെജി ഇപ്പോൾ പറഞ്ഞതുപോലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇതിനേക്കാളും കൂടുതൽ വലിയ അറ്റാക്കുകളാണ് ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ആ സമയത്ത് നേരിടേണ്ടി വരുന്നത്. ഇത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് കാരണക്കാരൻ അച്ഛനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് മാധ്യമങ്ങളും ഒരു സംവിധാനങ്ങളും മുഴുവൻ മാറുന്ന സമയത്ത് റിപ്പോർട്ടർ ടിവിയും ദിലീപിനെയും വിശ്വസിച്ച് നമ്മൾ ആ സമയത്ത് എടുക്കുന്ന എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ എടുക്കുന്ന ചടുലമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്. പെട്ടെന്ന് നമ്മൾ തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ദിലീപിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. ദിലീപ് പറയുന്നതാണ് നമ്മൾ, കാരണം അന്ന് നമ്മൾ പോലീസിൻ്റെ വേർഷൻസ് അല്ല, നമ്മൾ ദിലീപിനെയാണ് നമ്മളന്ന് വിശ്വസിച്ചത്. കാരണം റെജി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടു കുറച്ച് നേരം. അതെ. അപ്പോൾ ആ സമയത്ത് എടുത്ത തീരുമാനങ്ങൾ അതെങ്ങാനും പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ നമ്മളെ വലിച്ചു കീറിയേനെ. പക്ഷേ അടുത്ത തീരുമാനം വലുതായി എന്നെനിക്ക് തോന്നുന്നു. അതിൽ മോളുടെ കാര്യത്തിനാണെങ്കിലും നമ്മൾക്ക് ആ സമയം ഇത്ര ചെറിയ കുട്ടിയാണല്ലോ, ഇത്ര ചെറിയ മോളാണല്ലോ എന്നുള്ള ഒരു ഫീൽ എല്ലാവരുടെയും മനസ്സിൽ വന്നു. കാരണം എല്ലാവരും ഒരേ പ്രായക്കാരാണ്, നമ്മുടെ പിള്ളേർക്കെല്ലാം അതേ പ്രായമാണ്, എൻ്റെ മോൾക്ക് സെയിം പ്രായമാണ് ആ സമയത്തൊക്കെ. അപ്പോൾ അതേ ഒരു ഫീല് നമുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാവരും, കേരള ജനത അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കേരള ജനത എല്ലാവരും ഇവർ രണ്ടുപേരെയും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ആ സമയം കണ്ടിരുന്നത്. അത് റെജി പറഞ്ഞത് കറക്റ്റാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം കേരള ജനത ഒന്നിച്ചത് ഈ മോളുടെ കാര്യത്തിലായിരിക്കും. ജോനാഥനും അബിഗേലും ഇപ്പോൾ അടികൂടാറുണ്ടാ? ഇല്ല. പൊന്നുപോലെ നോക്കും അല്ലേ പെങ്ങളെ? ഇപ്പൊ ട്യൂഷൻ എങ്ങനെയാ പോകുന്നത്? അമ്മൂമ്മയുണ്ടോ, കൊണ്ടുവിടുവോ? ഇപ്പൊ കാറൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? ഒന്ന് മാറി നിൽക്കുവോ? പേടിയൊന്നും ഇല്ലല്ലേ? നമുക്ക് പേടിയൊന്നുമില്ല. പേടിയുണ്ടോ ഇപ്പൊ? ഒരു പേടി ഇപ്പൊ പേടിയൊന്നുമില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഒന്ന് ചെയ്താൽ അങ്ങനെ അടുത്തൊക്കെ വന്ന് എന്ത് ചെയ്യും നമ്മള്? അങ്ങനൊന്നും വരത്തില്ല അല്ലേ? ഓക്കെ. സിജി, അതിന് ശേഷം ഒരു ഭയം പിന്നീട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ കാര്യം ഇതൊരു കുറേ നാളത്തേക്കുള്ളൊരു ട്രോമയാണല്ലോ ഇത്. അതിനെ പൂർണ്ണമായിട്ടും അതിജീവിക്കുമ്പോൾ പോലും ഒറ്റയ്ക്കൊക്കെ വിടുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? അതിൽ ടെൻഷൻ ഉണ്ടാവും. ഒറ്റയ്ക്ക് വിടാറില്ല. പിന്നെ ടെൻഷൻ ആർക്കും ഉണ്ടാവുമല്ലോ, ഏത് മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നതാണ് ടെൻഷൻ. എല്ലാവരും പക്ഷേ തന്നെ പുറത്തങ്ങനെ വിടാറില്ല. ഇപ്പം നമ്മൾ തന്നെയാണ് കൂടെ കൊണ്ടുപോകുന്നതും. അന്ന് കുറച്ച് നാളൊന്നും സംഭവിച്ചതാണ് തന്നെയാണ് വിട്ടത്, അല്ലാതെ തന്നെ വിടാറില്ല. ഇപ്പം കൂടെ തന്നെയാണ് കൊണ്ടുപോകാറ്. അതല്ലേ അബിഗേൽ സാറേ, അന്നത്തെ എന്താ കണ്ട കാർട്ടൂൺ? മിക്കി മൗസ് അല്ലേ വീട്ടിൽ ഇരുന്ന് കണ്ടത്? ടോം ആൻഡ് ജെറി കണ്ടു. ഇപ്പോഴും ടോം ആൻഡ് ജെറി കാണാറുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാ അബിഗേൽ സാറ്? കാർട്ടൂൺ കാണാറില്ലേ? ടോം ആൻഡ് ജെറി ആണോ കാണുന്നത് ഇപ്പോഴും? ആശാന്ത പേരാണ് കാണുന്നത് അല്ലേ? വെരി ഗുഡ്. 2ാം ക്ലാസ്സിലായി. നേരത്തെ 1ാം ക്ലാസ്സിലാണ് ടോം ആൻഡ് ജെറി കണ്ടോണ്ട്. അതെ, ആണോ? ആ സമയത്ത് അല്ലേ? ശരിയാ. നമുക്ക് പ്രായമൊന്നുമില്ല. അതെ. ടോം ആൻഡ് ജെറി ഇപ്പോഴും കാണുന്നുണ്ട്. സ്മൃതി, എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഇവിടുന്ന് പോയാൽ ടോം ആൻഡ് ജെറിയാണ് കാണുക. ഇവിടുത്തെ ടോം ആൻഡ് ജെറി കഴിഞ്ഞിട്ട് നമുക്കൊപ്പം ദിലീപുണ്ട്. ദിലീപിനെ കുറിച്ചാണ് റിജി നേരത്തെ പറഞ്ഞത്. അന്ന് നമ്മളെടുത്ത തീരുമാനം ദിലീപിനെ വിശ്വസിക്കുക എന്നതായിരുന്നു നമ്മുടെ എഡിറ്റോറിയൽ പൊസിഷൻ. നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഞങ്ങൾ എല്ലാ റിപ്പോർട്ടർമാർക്കും നൽകിയ ഉറപ്പും അത് തന്നെയാണ്. ഞങ്ങൾ നിങ്ങളെയാണ് വിശ്വാസത്തിലെടുക്കുക. ലോകത്താര് നിങ്ങൾക്കെതിരെ പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ വിശ്വാസത്തിലെടുക്കുള്ളൂ. പലപ്പോഴും നമ്മൾ ആ വിശ്വാസത്തിലെടുത്തു. ഇപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വാർത്തയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ അഷ്കറിനെ മാത്രമേ നമ്മൾ വിശ്വാസത്തിലെടുക്കൂ. താനൂർ വിഷയം വന്നാൽ മുബഷീറിനെ അഷ്കറിനെ മാത്രമേ വിശ്വാസത്തിലെടുക്കൂ. അത് തന്നെയാണ് TV പ്രസാദിനെ വിശ്വാസത്തിലെടുക്കൂ. അത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ കരുത്തും. ദിലീപിനെയും അങ്ങനെ ഒരു വിശ്വാസത്തിലെടുക്കാനാണ് കഴിഞ്ഞത്. അന്ന് റെജിയോട് ദിലീപ് ചോദിച്ചു എന്ന് പറഞ്ഞ കാര്യം ഇപ്പോൾ പറഞ്ഞു. ദിലീപ് എങ്ങനെയാണ് ഉറപ്പിച്ചത് ഇത് റെജിയെ സംശയിക്കേണ്ടതില്ല എന്ന്? എല്ലാവരും ആ സമ്മർദ്ദം തരുമ്പോഴും ദിലീപ് അങ്ങനെ ഒരു ടേക്ക് എടുക്കാൻ ഒരു കാരണം എന്താ? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു കാര്യം എന്തായിരുന്നു ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, അതിൽ ഒന്ന് നമ്മൾക്ക്
ചിലരുടെ കണ്ണിൽ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാവും, ചിലരോട് സംസാരിച്ചാൽ മനസ്സിലാവും, അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാവും, അവരുമായിട്ടുള്ള ബന്ധുക്കളോട് സംസാരിച്ചാൽ മനസ്സിലാവും, അവരുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മനസ്സിലാവും. നമ്മൾ 4:50 മുതൽ ഇവരുടെ ബന്ധുക്കളുമായും ഇവരുടെ അയൽവാസികളുമായും ഇവരുമായി അടുത്ത് നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കുന്നു. ഞാൻ അവസാനമാണ് ഈ റജിയോട് ഈ കാര്യം ചോദിക്കുന്നത്. അതിന് മുൻപ് തന്നെ റജിയെക്കുറിച്ച് ഞാൻ കാനഡയിൽ എൻ്റെ സുഹൃത്ത് ജിതിൻ ലോഹിയോട് ചോദിച്ചിരുന്നു. ഈ UNAയുടെ സംഘടനയുടെ ജാസ്മിൻ ഷായോട് ചോദിച്ചു. ഇവരെല്ലാവരും ജിതിൻ ലോഹി ഞാനൊക്കെ ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചത്. അപ്പോൾ ഇവർ ഈ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ കാലം മുതലുള്ള ഈ കാലം മുതൽ മുന്നിൽ നിൽക്കുന്നത്. അവരെപ്പോഴും ചോദിച്ചപ്പോൾ എനിക്ക് റജിയുടെ പാസ്റ്റ് മനസ്സിലായി. റജി ഒരു പള്ളിയും പട്ടക്കാരൊക്കെ ആയിട്ട് കഴിയുന്ന ഒരാളാണ്. രാവിലെ കൃഷി നോക്കിയതിന് ശേഷം ജോലിക്ക് പോകുന്ന ആളാണ്. ഇതിന് മേലെ റജിക്ക് ഒരു വരുമാനമില്ല എന്നുള്ളത് നമ്മൾക്ക് അവിടുത്തെ വീടും ചുറ്റുപാടും കണ്ടപ്പോൾ മനസ്സിലായി. പിന്നീട് റജിയോട് ചോദിച്ചപ്പോൾ നമ്മൾ റജിയുടെ അപ്പിയറൻസ് നമുക്ക് മനസ്സിലാവില്ല, കണ്ണുകൾ നോക്കി നമുക്ക് മനസ്സിലാവില്ല കള്ളത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ചോദിച്ചു, ഇതിൽ എന്തെങ്കിലും റജി ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയണം, നമ്മൾ നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ റജി എൻ്റെ കൈ പിടിച്ചിട്ടാണ് പറയുന്നത്, ദിലീപ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ നമുക്ക് ആ ഒരു അച്ഛൻ ഒരു മകളെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ കൂട്ടു നിൽക്കുക എന്നൊക്കെ പറയും. സിനിമയിൽ ഒരു പക്ഷേ ഉണ്ടാകുമായിരിക്കും, ജീവിതത്തിൽ അത് നേരിട്ട് കാണുമ്പോൾ നമ്മൾക്കൊരു വിശ്വാസം, നമ്മളും ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ എല്ലാം വിശ്വസിച്ചുകൊണ്ട് രജിയെയും ആ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് മറ്റു മാധ്യമങ്ങൾ, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ, അന്ന് മാധ്യമങ്ങൾ നിര നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ റജിയെ കുറ്റപ്പെടുത്തി, എൻ്റെ വലതുവശത്ത് ഇരിക്കുന്ന ആളും ഇടതുവശത്ത് നിൽക്കുന്ന ആളുകളും റജിയെ കുറ്റപ്പെടുത്തി, UNAൻ്റെ സംഘടനയൊക്കെ പറയുമ്പോഴും ഞാൻ റജിയുടെ നിരപരാധിത്വം അല്ല, റജി ഇതിലില്ല എന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കി പറയുന്നത്. അപ്പോഴും എൻ്റെ അടുത്ത് നമ്മുടെ ആളുകൾ പലരും പറയുന്നുണ്ട് ഒന്നും കൂടെ നോക്കിയാൽ പോരെയെന്ന്. പക്ഷേ എനിക്ക് അവിടെ തോന്നിയ ഒരു വിശ്വാസം, അത് സത്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയത്. പിന്നീട് റജിയുടെ നിരപരാധിത്വം തെളിഞ്ഞപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് തന്നെ പറയാം. കാരണം ഞാൻ എന്നിൽ വിശ്വസിച്ചു, റജിയിൽ വിശ്വസിച്ചു, സുഹൃത്തുക്കളിൽ വിശ്വസിച്ചു, നാട്ടുകാരിൽ വിശ്വസിച്ചു, എല്ലാം തന്നെ. പിന്നെ റജി ചെയ്ത പുണ്യങ്ങളായിരിക്കും, റജി ചെയ്ത കാര്യങ്ങളായിരിക്കും, എല്ലാം കൊണ്ടും തന്നെ റജിക്ക് അവിടെ എല്ലാം അനുകൂലമായ ഘടകങ്ങളായിരുന്നു എല്ലാം ഉണ്ടായത്. ഈ വാർത്ത നൽകിയ അന്ന് മുതൽ ഇന്നും ആത്മബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു സത്യമായ വാർത്ത കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ആത്മബന്ധം റജിയായിട്ടും കുടുംബമായിട്ടും എല്ലാം കൊണ്ടും. ഞാൻ കോഴിക്കോടുകാരനാണ്. കൊല്ലത്തെത്തിയപ്പോൾ നമ്മളെ സുഹൃത്ത് ബന്ധങ്ങളിൽ റജിയും കുടുംബവും വന്നു എന്നുള്ളതും ഒരു സന്തോഷകരമായ ഘടകമാണ്. അരുൺകുമാർ, താങ്ക് യു ദിലീപ്. എനിക്കൊന്ന് ഉണ്ണി ബാലകൃഷ്ണൻ ആണ് അന്ന് ഡെസ്കിൽ രാത്രിയിൽ ഉടനീളം ആ വാർത്ത കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അതെ. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. 4:30 മുതൽ പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കിട്ടുന്നവരെയുള്ള സമയമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമോഷണലാണ്. അതുകൊണ്ട് ഞാനൊന്നും പറയാതിരിക്കുന്നത്, ഞാൻ ഇവരെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് എന്നെ ആ സമയം വളരെ ക്രിട്ടിക്കലായിരുന്നല്ലോ. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അനുഭവിക്കുന്നൊരു സമയമായിരുന്നു. വളരെ റെയറായൊരു എക്സ്പീരിയൻസ് കൂടിയാണത്. പക്ഷേ എനിക്കത് ഭയങ്കര എന്താ പറയുക, ഈ നാട്ടിലെ ആളുകളോടൊക്കെ ഉള്ളൊരു ബഹുമാനം വർദ്ധിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് രാത്രിയിൽ ഓരോ വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങി ടോർച്ചുമായിട്ട്, ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയല്ലേ. ടോർച്ചുമായിട്ട് ഇറങ്ങി കുറ്റിക്കാട്ടിൽ പോയി നോക്കുക, അടഞ്ഞു കിടക്കുന്ന വീടുകളിൽ പോയി നോക്കുക, മതിൽ ചാടിക്കടന്ന് നോക്കുക, വഴിയിൽ ചെക്കിങ് നടത്തുക, അങ്ങനെ മുഴുവൻ ആളുകളും ഇറങ്ങി നിന്ന് നടത്തിയ ഒരു ശ്രമം. എനിക്ക് തോന്നുന്നത് ഈ ചാനലുകൾ ആ വാർത്തയുടെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കി അപ്പോൾ ഇറങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ് കേട്ടോ പോലീസും അലേർട്ടായത്. അതർവൈസ് ഞാൻ വിചാരിക്കുന്നത് ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസ്, അതിൻ്റെ ഒരു ആലസ്യം, അത് തന്നെ അന്വേഷിക്കാം എന്നൊക്കെയുള്ള മട്ടിൽ അതിങ്ങനെ എടുത്തു പോകുമായിരുന്നു ഒരു പക്ഷേ. അല്ലെങ്കിൽ ചിലപ്പോൾ അവരും പ്രവർത്തിക്കുമായിരുന്നിരിക്കാം. എന്നാലും ആ അലേർട്ട്നെസ് വന്നത് ഒരു നല്ല സൈനാണ്. നേരത്തെ റജി പറഞ്ഞ കണക്ക് ഈ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. ഈ കാലത്ത് കഴിഞ്ഞ ഒരു വർഷത്തിന് ഇടയിലുണ്ടായ ഏറ്റവും നല്ല നന്മ നിറഞ്ഞൊരു സംഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ ആ സംഭവത്തെ നമ്മൾ നേരിട്ടത് നിശ്ചയമായിട്ടൊരു വലിയ കാര്യം. കൊണ്ടുപോയ വീടിൻ്റെ അടുത്തൂടെ പിന്നീട് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ റജിയും സിജിയും? പത്മകുമാറിൻ്റെ വീടിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതുവഴിയാണ് യാത്ര ചെയ്തത്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കും, ജസ്റ്റ് ഒന്ന് നോക്കും. അവിടെ അവരെ കണ്ടോ? പിന്നീട് അവരെ കാണുകയോ? നമ്മൾ ഇപ്പം അവർ ജയിലിലാണ്. നമ്മൾ ലാസ്റ്റ് കൊട്ടാരക്കര വെച്ച് കണ്ടതേ ഉള്ളൂ. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു. ട്രയൽ ഇപ്പോൾ ആരംഭിക്കും. അതിനുശേഷം വിധി. 140 മുകളിൽ സാക്ഷികളുണ്ട്. മോളിപ്പോൾ വളരെ കൂളായി അല്ലേ? മോള് കൂളാണ്, കുഴപ്പമൊന്നുമില്ല. മകന് ചെറിയ പേടിയുണ്ട്. രാത്രി പേടിയുണ്ട്? ഒറ്റയ്ക്ക് കിടക്കത്തില്ല? രാത്രി ഒറ്റയ്ക്ക് കിടക്കത്തില്ല? അവളെ
അവളെ അവളെ ഒരു കെയറിങ് കൂടുതൽ. അവളെ കൂടുതൽ കെയറിംഗ് ആയി. കെയറിങ് കൂടി ചിലപ്പോൾ അച്ചടാ. രാത്രിയിൽ. ആണല്ലേ? ഓക്കെ. ജോനാഥൻ, ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹം? ഫാദർ. ഫാദറോ? കുട്ടികളുടെ ഫാദറോ? അല്ലല്ല, പീസ്റ്റർ. പ്രീസ്റ്റ് ആവണമെന്ന്. റിജി, അങ്ങനത്തെ തീരുമാനമുണ്ടോ? പ്രീസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹം. എന്താ പ്രീസ്റ്റ് ആവണമെന്ന് ഇത്ര ആഗ്രഹം? പള്ളിയിൽ വരുന്ന ശുശ്രൂഷയെല്ലാം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പള്ളിയിലെ ഫാദറിന് ഇഷ്ടമാണോ? അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ? അപ്പൊ നാളെ ഇപ്പൊ ഞങ്ങളെയൊക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടം. മീഡിയ ആയിക്കൂടെ? പക്ഷെ ആദ്യം പോലീസുകാരായിരുന്നു ഇഷ്ടം. ഇവര് പറഞ്ഞിട്ട് മാറ്റിയതാ. ആണോ? പിന്നെ മൂപ്പര് പോലീസുകാരൻ. ആദ്യം പോലീസുകാരനായിരുന്നല്ലേ ഇഷ്ടം? അല്ല. ട്രാഫിക് പോലീസുകാരനായിരുന്നില്ല ഇഷ്ടം. ബസ് ഡ്രൈവർ ആവാൻ ഇഷ്ടമല്ലേ? ഇല്ല. അത് ഇഷ്ടമല്ല. അല്ല, ഡോക്ടർ അരുൺ ഇതൊക്കെ ഒരു ദൈവവിളി എന്ന് പറയും. അതിനാണ് നമ്മുടെ ഭാഷയിൽ ദൈവവിളി എന്ന് പറയുന്നത്. നമ്മൾ ADGP നന്ദകുമാർ സാറും നിശാന്തിനെ IPS മേഡവും എല്ലാവരും കൂടെ കുഞ്ഞുങ്ങൾക്കൊരു ഹീറോയ്ക്കൊരു അവാർഡ് കൊടുത്തില്ല. അത് കൊടുത്തിട്ട് നന്ദകുമാർ സാറ് ചോദിച്ചിട്ട് ആദ്യം ഇതെല്ലാം കൊടുത്തതിന് ശേഷം എല്ലാവരും നിൽക്കുക. അപ്പോൾ വലിയൊരു ഇതോടുകൂടിയ സാറ് ചോദിക്കുന്നത് ഈ മൊമെൻ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നല്ലതിരിക്കുക. ആരാകും നീ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ് ഞാൻ ഫാദർ. പെട്ടെന്ന് പുള്ളി അങ്ങ് ഇതായിപ്പോയി. കാര്യം പുള്ളി വിചാരിച്ച് എന്നെ പോലെ ഒരു ADGPയോ ഒരു IPSോ എന്നൊരു മെസ്സേജാ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇടവകയിലെ ആ പള്ളിയിൽ വരുന്ന ആളുകൾക്കെല്ലാം ഒരു മാതൃകയാണ്. ഇപ്പോൾ മോനി ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു, കാരണം അനിയത്തിയെ കൊണ്ടുപോയതിൽ ഇത്രയും പെട്ടെന്ന് അത് മെമ്മറൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് അന്വേഷിക്കാൻ പറ്റിയത്. ധീരന്മാരിൽ ദൈവം ഉണ്ടെന്നാ. പദത്തിലെ സംവിധാനത്തിനകത്ത് KB ഗണേഷ് കുമാറിൻ്റെ ഒരു പങ്ക് വലുതാണ്. അതെ, തീർച്ചയായിട്ടും. MLA എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹം ഒരു ദീർഘവീക്ഷണത്തോടെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത് പറയുന്നത് അത് നല്ലൊരു സപ്പോർട്ടാണ്. ഗണേഷ് കുമാർ സാറായാലും പ്രേമചന്ദ്രൻ സാറായാലും ഇവരൊക്കെ ഫുൾ ടൈം രാത്രി അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ജയലാൽ MLA. അപ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു രാഷ്ട്രീയമല്ല, എല്ലാവരും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൈകോർത്തു. റിപ്പോർട്ടറിൻ്റെ 14ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ ഒരു വർഷം സംഭവബഹുലമാക്കിയത് അബിഗൽ സാരജിയുടെ ആ എപ്പിസോഡാണ്. അതിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ളൊരു സന്തോഷം. 28 മണിക്കൂറിന് ശേഷവും 28 മണിക്കൂറാണ് റജി നമ്മളുടെ മുഴുവൻ വാർത്താസംഘവും നിങ്ങൾക്കൊപ്പം നിന്നത്. ഒരു പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹവും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചത്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. കാര്യം ഞങ്ങളെ അത്രമാത്രം സപ്പോർട്ടും പിന്തുണയും ചെയ്ത് നിങ്ങൾ ഒരിടത്ത് പോലും ഒരു നെഗറ്റീവ് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി നിങ്ങളുടെ ചാനൽ വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയാറ് തന്നെ അറിയാം. അതെങ്കിലും ജീവിതത്തിൽ ഇപ്പോഴും വിഷമമുണ്ട്. പല ചാനലുകളും ഉണ്ടാക്കിയ ഒരു നെഗറ്റീവ് അതെന്നെ ബാധിച്ചു. എങ്കിലും പിന്നീട് അത് മാറി. എന്നാലും നിങ്ങളെപ്പോലെ നല്ല ചാനൽ, നല്ല ആളുകൾ, സപ്പോർട്ടും പിന്തുണ. അബിഗൽ സാരജിയുടെ ഒരു ചിരിയിൽ മായാത്ത ദുഃഖമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഒരു സന്തോഷം പങ്കുവെച്ച് പിരിയാം അല്ലേ? അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട കളിക്കുന്ന ആൾക്കാരാണോ? കളിക്കുന്നുണ്ടോ ഇവർ? കളിയൊക്കെ കളി എങ്ങനെയാ കളിക്കും. എന്താ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി? മാഷാൻ്റെ പേരാണ് കാർട്ടൂൺ. സിനിമ കാണാറുണ്ടോ? സിനിമ കാണും. സിനിമ നടൻ ആരാ ഇഷ്ടം? സൈക്കിളുണ്ടോ രണ്ടുപേർക്കും? സൈക്കിളുണ്ടോ? സൈക്കിൾ ചവിട്ടുവോ? എനിക്കുണ്ട്. ഉണ്ട്. സൈക്കിളില്ല? അപ്പൊ അങ്കിൾ ഒരു സൈക്കിൾ വാങ്ങിത്തരാം. സൈക്കിളിൽ ഇനി ട്യൂഷൻ നോക്കോളൂ. ഇനി സൈക്കിളില് ട്യൂഷൻ. ഓക്കെ. അപ്പോ സാറ അബിഗലിന് സൈക്കിൾ കിട്ടിയോ? അബിഗൽ സാർ സൈക്കിൾ കിട്ടി. വീട്ടിലെത്തിച്ചു കൊടുക്കും. ശരി, അപ്പോൾ ഒരു സൈക്കിൾ ദിലീപ് അങ്കിൾ വീട്ടിൽ കൊണ്ടുതരും. അപ്പോൾ ദിലീപ് അങ്കിൾ വീട്ടിൽ കൊണ്ടുതരും അബിഗൽ സാരജിക്ക് ഒരു സൈക്കിൾ. കേട്ടോ? താങ്ക് യു. അപ്പോൾ സൈക്കിൾ മാത്രം പോരാ, വേറെ സമ്മാനമൊക്കെ വേണം. സമ്മാനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ വന്നാട്ടെ, നമുക്ക് സമ്മാനങ്ങൾ തരാം അബിഗൽ സാരജിക്ക്.
വാർത്തയുമായി ബന്ധപ്പെട്ടവരും പ്രേക്ഷകരിലേക്ക് എത്തും.